ജർമ്മനിയിലെ കാലാവസ്ഥയുണ്ടല്ലോ ഇപ്പൊ കുറേശ്ശെയായിട്ട് മാറി മാറി വരുന്നൊക്കെയുണ്ട് കേട്ടോ. തണുപ്പൊക്കെ മാറി അത്യാവശ്യം നല്ല ചൂടായി തുടങ്ങിയിട്ടുണ്ടേ. ഞങ്ങളിത് ഒരു ഗൂഢ ഉദ്ദേശമൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഉദ്ദേശ ലക്ഷ്യമൊക്കെ ലാസ്റ്റ് പറയാവേ. അങ്ങനെ ഇതാ റെയിൽവേ സ്റ്റേഷനിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഓരോ ട്രെയിനും ഓടി ഓടി പോയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. നമുക്ക് പോകാനുള്ള ട്രെയിൻ ഇനിയും എത്തിയിട്ടില്ല കേട്ടോ. കട്ട വെയിറ്റിങ്ങിന് വിരാമം ഇട്ടുകൊണ്ടേ ട്രെയിൻ ഇപ്പോൾ തന്നെ എത്തുമെന്ന് നമ്മുടെ ജർമ്മൻ ചേച്ചി വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ട്രെയിനും വന്നു, ഞങ്ങൾ രണ്ടുപേരും കൂടെ കയറിയിരിക്കുവാണ് കേട്ടോ. ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് രണ്ടും കയറി ഇരിക്കുന്നത് കണ്ടില്ലേ, ലാസ്റ്റ് എന്താ പറ്റിയെന്നൊക്കെ കാണാം കേട്ടോ. അങ്ങനെ ട്രെയിനൊക്കെ മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പകുതി ദൂരം പിന്നിട്ട് കഴിഞ്ഞപ്പോഴാണ് എന്നത്തെയും പോലെ തന്നെ ഞങ്ങൾ ആ നഗ്നസത്യം തിരിച്ചറിഞ്ഞത്. ട്രെയിനും മാറി വഴിയും മാറി എന്നുള്ളത്. ഇതിപ്പോൾ വന്നിട്ട് ഏകദേശം 1 വർഷം കഴിഞ്ഞെങ്കിലുമേ വഴി മാറിപ്പോകുന്നതിന് ഒരു കുറവും ഞങ്ങൾ വരുത്തിയിട്ടില്ല കേട്ടോ. പിന്നെ ഇതാ ഒരു ബസ്സും ട്രെയിനും ഒക്കെ മാറി മാറി കയറി ഞങ്ങൾ ലാസ്റ്റ് ഇതാ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. ട്രെയിൻ വന്നതും ജിനു ഇറങ്ങി ഓടുവാണ് കേട്ടോ. ഞങ്ങളെയും കാത്ത് ഒരാളങ്ങനെ മണിക്കൂറുകളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവാണ് കേട്ടോ. അങ്ങ് കേരളത്തിൽ നിന്ന് ഒരാൾ ജർമ്മനി വരെ എത്തിയിട്ടും വെറും 30 മിനിറ്റ് കൊണ്ട് എത്തേണ്ട എയർപോർട്ടിൽ മണിക്കൂറുകൾ കൊണ്ട് കറങ്ങിച്ചെന്ന ഞങ്ങളല്ലേ മാസ്, മരണമാസ്. പിന്നെ ഒന്നും നോക്കിയില്ല, അടുത്ത ടാസ്ക് വിളിച്ച് വീട്ടിലെത്തുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിലാണെങ്കിൽ കുറേ സ്നേഹപ്രകടനങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വീടെത്തിയപ്പം അത്യാവശ്യം നല്ല രാത്രിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഇപ്പോൾ സമയം രാത്രി 9-9:30 ആയിട്ടുണ്ടായിരുന്നു. എന്നാലും അത്യാവശ്യം നല്ല വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇതാ സേഫായിട്ട് വീട്ടിലെത്തിച്ചതിന് ശേഷം ജിനു ഇതാ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പം ജിനുവിനൊരു ബായി ഒക്കെ പറഞ്ഞ് ഞാനും ഇങ്ങനെ നിൽക്കുവാണ്.